ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ രണ്ടാമത്തെ യൂണിറ്റായ വിങ്സ് ആൻഡ് വീൽസ് എന്ന് പറയുന്ന യൂണിറ്റാണ്. ഈ യൂണിറ്റിൽ മൊത്തം 4 ചാപ്റ്ററാണ് നമുക്കുള്ളത്. 2 പ്രോസും 2 പോയവും. ഇതിലെ പ്രോസിലെ ആദ്യത്തെ ചാപ്റ്ററായ ദ ഷിപ്പ് റെക്ഡ് സെയിലർ എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പാഠം തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഹാവ് യു ഹേർഡ് ഓഫ് റോബിൻസൺ ക്രൂസോ? റോബിൻസൺ ക്രൂസോയെ കുറിച്ച് അല്ലെങ്കിൽ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? Robinson Crusoe is a character in Daniel Defoe's novel The Life and Adventures of Robinson Crusoe, published in the year 1919. 1919 പബ്ലിഷ് ചെയ്ത ഡാനിയൽ ഡിഫോയുടെ നോവലായ ദ ലൈഫ് ആൻഡ് അഡ്വഞ്ചർ ഓഫ് റോബിൻസൺ ക്രൂസോ എന്ന് പറയുന്ന നോവലിലെ ഒരു കഥാപാത്രമാണ് റോബിൻസൺ ക്രൂസോ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ഡയറിയാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഡയറിയിൽ നിങ്ങൾ നോക്കുക, ഫോർമാറ്റുകൾ ശ്രദ്ധിക്കുക. ഫോർമാറ്റ് എന്താണ്? സെപ്റ്റംബർ 13, 16, 15 ആണെന്ന ഫോർമാറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് ഡേയും ഡേറ്റുമാണ് ഫോർമാറ്റ്. പക്ഷേ ഡേറ്റിൻ്റെ ഫോർമാറ്റിൽ ചെറിയ വ്യത്യാസമുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഇവിടെ ഒന്ന് ഒഴിവാക്കാം. പക്ഷേ കൃത്യമായ ഫോർമാറ്റ് വരുന്നത് 13 സെപ്റ്റംബർ 16, 15 ആണെന്ന് വേണം വരാൻ. ഓക്കെ, നമുക്കതൊന്ന് വായിച്ച് നോക്കാം. I, poor miserable Robinson Crusoe, being shipwrecked during a dreadful storm, came ashore on this dismal, unfortunate island, which I called the island of despair. All the rest of the ship's company being drowned, and myself almost dead. All the rest of the day I spent in afflicting myself at the dismal circumstances I was brought to. I heard neither food, house, clothes, nor weapon. In despair I saw nothing but death before me, either that I should be devoured by wild beasts, murdered by savages, or starved to death for want of food. At the approach of night I slept in a tree, for fear of wild creatures, but slept soundly though it rained all night. അപ്പോൾ അദ്ദേഹം ഒരു കപ്പൽ യാത്രക്കാരനാണ്. കപ്പലിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കപ്പൽ ഒരു ഷിപ്പ് റെക്ഡ് എന്ന് വെച്ചാൽ കപ്പൽ തകർന്നു. ഓക്കെ, തകർന്നു ഒരു സ്ഥലത്ത് നടിക്കുകയാണ്, ഒരു ഡെസേർട്ടഡ് ഐലൻഡ്. ആ ഐലൻഡ് ഇദ്ദേഹം ഐലൻഡ് ഓഫ് ഡെസ്പെയർ എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത്. കാരണം അവിടെ എന്താ, മറ്റേ ആൾക്കാരോ ഒന്നുമില്ല, ഇദ്ദേഹത്തിന് ഫുഡോ കഴിക്കാനോ അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ടാണ് ഇദ്ദേഹം ഐലൻഡ് ഓഫ് ഡെസ്പെയർ എന്ന് പേര് കൊടുക്കാൻ കാരണം. ഇദ്ദേഹത്തിന് ഫുഡില്ല, ഹൗസില്ല, വെപ്പൺസ് ഇല്ല, ക്ലോത്ത്സ് ഇല്ല, ഒന്നുമില്ല. ഇദ്ദേഹം ഒറ്റയ്ക്കായിരുന്നു. ഇദ്ദേഹം ഒന്നുകിൽ ഒരു ബീസ്റ്റ് അല്ലെങ്കിൽ സാവേജസ്. ബീസ്റ്റ് എന്ന് വെച്ചാൽ ഏതെങ്കിലും വന്യമൃഗം, സാവേജസ് എന്ന് വെച്ചാൽ ഈ മനുഷ്യരെ കൊല്ലുന്ന കാനിബിൾസ് എന്ന് നമ്മൾ പറയാറില്ലേ, നരഭോജികൾ, അവരുടെ കയ്യിലകപ്പെടും. ഇല്ലെങ്കിൽ സ്റ്റാർവ് ടു ഡെത്ത് ഫോർ വാണ്ട് ഓഫ് ഫുഡ്, ആഹാരം കിട്ടാതെ വിശപ്പ് കാരണം മരിച്ചു പോകുമെന്ന രീതിയിലായിരുന്നു അദ്ദേഹം അവിടെ കഴിഞ്ഞിരുന്നത്. അദ്ദേഹം ഉറങ്ങിയിരുന്നത് ഒരു ട്രീയിലായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് നല്ല രീതിയിൽ ഉറങ്ങാൻ പറ്റിയില്ല. കാരണം എന്തെന്ന് വെച്ചാൽ രാത്രി ഒരു മഴ പെയ്തിരുന്നു. അപ്പോൾ ഇതാണ് ഈ ഒരു ഡയറി എന്ന് പറയുന്നത്. ചെറിയൊരു ഡയറിയാണ്. വാട്ട് ഹാപ്പൻ ടു റോബിൻസൺ ക്രൂസോ? ഇതിലെ ക്വസ്റ്റ്യൻസ് എന്താണ്? റോബിൻസൺ ക്രൂസോയ്ക്ക് എന്ത് പറ്റി? എന്താണ് റോബിൻസൺ ക്രൂസോയ്ക്ക് പറ്റിയത്? അദ്ദേഹം പൊയ്ക്കൊണ്ടിരുന്ന കപ്പൽ തകർന്നുപോയി. ഓക്കെ, വൈ ഡസ് ഹി കാൾ ദ ഐലൻഡ് ഓഫ് ഡെസ്പെയർ? ഈ ഐലൻഡിനെ അദ്ദേഹം ഐലൻഡ് ഓഫ് ഡെസ്പെയർ എന്ന് വിളിക്കാൻ കാരണം നമ്മളത് നേരത്തെ പറഞ്ഞതാണ്. ഫുഡ്, ക്ലോത്ത്, വേറെ ഒന്നും ഇവിടെ ഇല്ല, ഒറ്റയ്ക്കാണ്. അതുകൊണ്ടാണ് ഇദ്ദേഹം ഐലൻഡ് ഓഫ് ഡെസ്പെയർ എന്ന് പറയാൻ കാരണം. വാട്ട് ഡു യു തിങ്ക് മൈറ്റ് ബി ദ ഫീലിങ്സ് ഓഫ് എ മാൻ ഹു ഈസ് അലോൺ ഇൻ എ ഡെസേർട്ട് ഐലൻഡ്? ഇതേപോലെ ഡെസേർട്ട് എന്ന് വെച്ചാൽ മരുഭൂമി ആണ് മീനിങ്. പക്ഷേ ഇവിടെ വരുന്നത് ഒറ്റപ്പെട്ട ഐലൻഡിൽ താമസിക്കുന്ന അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ഐലൻഡിൽ കഴിയുന്ന ഒരാളുടെ മനസ്സിൽ വരാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാവാം എന്നാണ് ഇവിടെ ചോദ്യം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ വരാമെന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ. Imagine that you are going to live alone in a deserted island. You are going to be there for a week. You can ask for only 5 things to live there. What would they be and why would you ask them? നിങ്ങൾ വിചാരിക്കുക, നിങ്ങളൊരു ഡെസേർട്ടഡ് ഐലൻഡിൽ ഒരാഴ്ചത്തോളം താമസിച്ചിങ്ങനെ ജീവിക്കാൻ പോവുകയാണ്. നിങ്ങൾ ഒറ്റയ്ക്കാണ്. 5 കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ താമസിക്കുന്ന സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടി ഇവിടെ നിന്ന് കൊണ്ടുപോകാം. ഏതൊക്കെയായിരിക്കും 5 കാര്യങ്ങൾ? നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ കാണുന്നവർ ആ 5 കാര്യങ്ങൾ താഴെ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ആവശ്യമുള്ള വെറും 5 കാര്യങ്ങൾ. നിങ്ങൾ ഈ 5 കാര്യങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, അവിടെ വൈദ്യുതി ഇല്ല, അഥവാ ഇലക്ട്രിസിറ്റി ഇല്ല. അപ്പോൾ ഇലക്ട്രിസിറ്റിയിൽ വർക്ക് ചെയ്യുന്ന സാധനങ്ങൾ ചൂസ് ചെയ്യാതിരിക്കുക. നമുക്ക് ദൈനംദിന ജീവിതത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്കിനി ഈ പാഠത്തിലേക്ക് കിടക്കാം. പാഠത്തിലേക്ക് കിടക്കും മുമ്പ് ഇത് എഴുതിയിട്ടുള്ള ആളെ കുറിച്ച് നോക്കാം. പ്രൊഫൈൽ ആരാണ് എഴുതിയിട്ടുള്ളത്? ഗബ്രിയൽ ഗാർഷ്യ മാർക്കസ് എന്ന് പറയുന്ന ഒരു കൊളംബിയൻ നോവലിസ്റ്റ്, ഷോർട്ട് സ്റ്റോറി റൈറ്റർ, സ്ക്രീൻ റൈറ്റർ, ജേർണലിസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. ഓക്കെ, ഇദ്ദേഹം 1928 1920 ജനിച്ചത്. ഹി വാസ് അഫക്ഷനേറ്റ്ലി കാൾഡ് ഗേബോ. ഇദ്ദേഹത്തെ ആൾക്കാർ സ്നേഹത്തോടെ ഗേബോ എന്നാണ് വിളിച്ചിരുന്നത്. അതായത് ഗബ്രിയൽ ഗാർഷ്യ മാർക്കസിനെ ഗേബോ എന്ന് ചുരുക്കം വിളിക്കുന്നു, നിക് നെയിം ആണെന്ന് പറയാം. ഹി വാസ് awarded the Neustadt International Prize for Literature in 1972 and the Nobel Prize for Literature in 1982. 1972 ന്യൂസ്റ്റാറ്റ് ഇൻ്റർനാഷണൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ കിട്ടി.
1982 ലിറ്ററേച്ചർ നോബൽ പ്രൈസും കിട്ടി. മാർക്കസ് ഫസ്റ്റ് മേജർ വർക്ക് ഈസ് ദ സ്റ്റോറി ഓഫ് എ ഷിപ്പ്‌വ്രെക്ക്ഡ് സെയിലർ വിച്ച് ഹി റോട്ട് ആസ് എ ന്യൂസ് പേപ്പർ സീരീസ് ഇൻ 1955. ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വർക്ക് എന്ന് പറയുന്നത് 1955 ഒരു ന്യൂസ് പേപ്പറിൽ എഴുതിയിരുന്ന ഒരു സീരീസ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഏതാണ്? ദ സ്റ്റോറി ഓഫ് എ ഷിപ്പ്‌വ്രെക്ക്ഡ് സെയിലർ എന്ന് പറയുന്നത്. His best known novels include 100 Years of Solitude 1967, Autumn of the Patriarch 1975 and Love in the Time of Cholera 1985. ഇതൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് നോവൽസ് എന്ന് പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? ഈ ചാപ്റ്ററിലേക്ക് കിടക്കാൻ മുമ്പ് അവിടെ കുറച്ച് നോട്ട് കൊടുത്തിട്ടുണ്ട്. അത് നോക്കാം. The story of a shipwrecked sailor tells the saga of Luis Alejandro Velasco, a 20-year-old sailor who was washed overboard during a storm in the middle of the Caribbean Sea on February 28, 1955. അപ്പോൾ ഈ കഥയുടെ തുടക്കമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ് ഈ കഥ? ആരെക്കുറിച്ചുള്ളതാണ് ഈ കഥ എന്ന് പറയുന്നത്? ലൂയിസ് അലജാൻഡ്രോ വെലാസ്കോ എന്ന് പറയുന്ന 20 വയസ്സുള്ള ഒരു സെയിലർ, കപ്പൽ യാത്രക്കാരനെ കുറിച്ചുള്ളൊരു കഥയാണ്. അദ്ദേഹം പോകുന്ന വഴിക്ക് ഒരു കൊടുങ്കാറ്റ് കാരണം അദ്ദേഹത്തിൻ്റെ കപ്പൽ തകരുകയും അത് കരീബിയൻ സീയുടെ മിഡിലിൽ അകപ്പെടുകയും ചെയ്തു. ഏതാണ് സമയം? ഫെബ്രുവരി 28, 1955. ഫെബ്രുവരി 28, 1985 ആ ഡേറ്റ് എന്ന് പറയുന്നത്. ക്ലിങ്ങിങ് ടു എ ലൈഫ് റാഫ്റ്റ് വിത്തൗട്ട് ഫുഡ് ആൻഡ് വാട്ടർ ഹി സർവൈവ് 10 days ഓൺ ദ ഓപ്പൺ സീ. ഒരു ലൈഫ് റാഫ്റ്റ് എന്ന് വെച്ചാൽ ഈ വലിയ കപ്പലുകളിൽ ഇതേപോലെ തകരുന്ന സമയത്ത് രക്ഷപ്പെടാൻ വേണ്ടി ചെറിയ വള്ളം പോലത്തെ ഒരു സംഭവം ഉണ്ടാകും അവിടെ. അതാണ് ലൈഫ് റാഫ്റ്റ് എന്ന് പറയുന്നത്. അതിൽ ഫുഡ് വാട്ടർ ഇല്ലാതെ 10 ദിവസം ഇദ്ദേഹം ആ ഓപ്പൺ സീയിൽ കഴിഞ്ഞു. വാട്ട് ഹാപ്പൻ ടു വെലാസ്കോ ആൻഡ് ഹിസ് ഷിപ്പ്മേറ്റ്സ്? റീഡ് ദ ഫോളോയിങ് എക്സ്ട്രാക്ട് ഫ്രം ദ നോവല്ല ആൻഡ് ഫൈൻഡ് ഔട്ട് വാട്ട് ഹാപ്പൻ ടു ദം. വെലാസ്കോയുടെ കൂട്ടുകാർക്കും എന്ത് പറ്റി? ഈ നോവൽ വായിച്ചിട്ട് അല്ലെങ്കിൽ നോവലിൻ്റെ കുറച്ച് ഭാഗം വായിച്ചിട്ട് എന്ത് ചെയ്യാം? നമുക്കത് മനസ്സിലാക്കാം. കുറച്ച് പാരഗ്രാഫ് അല്ലെങ്കിൽ കുറച്ച് നമ്പർ ഇട്ടുള്ള പാരഗ്രാഫ് രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. മൊത്തം 14 എണ്ണം ഉണ്ട്. നമുക്ക് ഓരോന്നായിരുന്നു നോക്കാം. മൈ ഫസ്റ്റ് ഇംപ്രഷൻ വാസ് ദാറ്റ് ഐ വാസ് അട്ടർലി എലോൺ ഇൻ ദ മിഡിൽ ഓഫ് ദ ഓഷൻ. എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ, ആദ്യം എനിക്ക് തോന്നിയത് ഞാൻ ഈ ഓഷൻ്റെ മിഡിൽ വളരെയധികം ഒറ്റയ്ക്കാണ്. അട്ടർലി എന്ന് വെച്ചാൽ വളരെയധികം ഒറ്റയ്ക്കായി അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് നിൽക്കുകയാണെന്നാണ് എൻ്റെ മനസ്സിലെ വിചാരം. ദ ഷിപ്പ് പ്ലങ്ക്ഡ് ഇൻ ടു ആൻ അബിസ് ആൻഡ് ഡിസപ്പിയർഡ്. ഷിപ്പ് എന്ത് ചെയ്തു? ഒരു അബിസിൽ വന്ന് ഇടിച്ചു. അബിസ് എന്ന് വെച്ചാൽ ചെറിയൊരു പാറയിൽ വന്ന് ഇടിച്ച് കാണാതെ, പാറയിൽ വന്ന് ഇടിച്ച് തകർന്നു പോയെന്നാണ് പറയുന്നത്. ഐ ഹാഡ് നോ ഐഡിയ വാട്ട് വാസ് ഹാപ്പനിങ്. നടക്കുന്ന കാര്യത്തെക്കുറിച്ച് എനിക്കൊരു അറിവുമില്ലായിരുന്നു. ഐ ടുക്ക് ഹോൾഡ് ഓഫ് വൺ ഓഫ് ദ ബോബിംഗ് ക്രേറ്റ്സ് ആൻഡ് സ്റ്റുപ്പിഡ്ലി ബിഗൻ ടു കണ്ടംപ്ലേറ്റ് ദ സീ. ബോബിംഗ് എന്ന് വെച്ചാൽ മൂവിങ് അപ്പ് ആൻഡ് ഡൗൺ ഇൻ എ ഷോർട്ട് ക്വിക്ക് മൂവ്മെൻറ്റ്. മുന്നോട്ടും പുറകോട്ടുമായിട്ട് പെട്ടെന്ന് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, അതിനാണ് ബോബിംഗ് എന്ന് പറയുന്നത്. ക്രേറ്റ് എന്ന് വെച്ചാൽ എ ലാർജ് ബാസ്ക്കറ്റ്, ഒരു ബാസ്ക്കറ്റ്. ഓക്കെ. കണ്ടംപ്ലേറ്റ് എന്ന് വെച്ചാൽ ടു വ്യൂ വിത്ത് അറ്റൻഷൻ, ശ്രദ്ധയോടെ നോക്കുക. ഓക്കെ. ശ്രദ്ധയോടെ ഒരു ക്രേറ്റിൽ എന്ത് ചെയ്യുകയാണ്? ഇയാൾ ഇരിക്കുകയാണ്. ഓക്കെ. ആൻഡ് സ്റ്റുപ്പിഡ്ലി ബിഗൻ ടു കണ്ടംപ്ലേറ്റ് ദ സീ. കണ്ടംപ്ലേറ്റ് സീ എന്ന് വെച്ചാൽ ആ ക്രേറ്റിൽ, അതായത് ഇയാൾ കപ്പലിൽ തകർന്നു കടലിലേക്ക് വീഴുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ഒരു ക്രേറ്റ് കിട്ടി, ഒരു ബാസ്ക്കറ്റ് കിട്ടി. ബാസ്ക്കറ്റിൻ്റെ അകത്ത് എന്ത് ചെയ്യുകയാണ്? ഇദ്ദേഹം ചാടി കയറിയിരിക്കുകയാണ്. എന്നിട്ട് നേരെ സീയെ നോക്കുകയാണ്. ഓക്കെ. ഇറ്റ് വാസ് എ പെർഫെക്റ്റ്ലി ക്ലിയർ ഡേ. അതൊരു പെർഫെക്റ്റ്ലി ക്ലിയർ ഡേ, ഒരു കുഴപ്പവുമില്ലാത്ത നല്ലൊരു ദിവസമായിരുന്നു. എക്സെപ്റ്റ് ഫോർ ദ ചോപ്പി വേവ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ വിൻഡ് ആൻഡ് ദ കാർഗോ സ്കാറ്റേർഡ് അക്രോസ് ദ സർഫസ് ദെയർ വാസ് നോ എവിഡൻസ് ഓഫ് എ ഷിപ്പ്‌വ്രെക്ക്. ഓക്കെ. പക്ഷേ ഒരൊറ്റ കുഴപ്പം, അവിടെ ഒരു ചോപ്പി വേവ്സ് എന്ന് വെച്ചാൽ നോട്ട് കാം, അഥവാ ഇളകി മറിയുന്ന തിരമാലകൾ ഉണ്ടായിരുന്നു അവിടെ. അത് കാരണം ഷിപ്പിലുള്ള കാർഗോസ്, ഷിപ്പിൽ വച്ചിരിക്കുന്ന വസ്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് സ്കാറ്റർ ചെയ്യുകയാണ്, ചിതറി പോവുകയായിരുന്നു. പക്ഷേ ദെയർ വാസ് നോ എവിഡൻസ് ഓഫ് എ ഷിപ്പ്‌വ്രെക്ക്. ഒരു ഷിപ്പ്‌വ്രെക്ക് എന്ന് വെച്ചാൽ എന്തോന്നാണ്? ഷിപ്പ്‌വ്രെക്ക് എന്ന് വെച്ചാൽ ഒരു കപ്പൽ തകരുന്നതിനേക്ക് വേണ്ടിയുള്ള ആ ഒരു സംഭവം അവിടെ ഇല്ലായിരുന്നു. അതിനുള്ള ഒരു സൂചനയും ഇല്ലായിരുന്നു. ശാന്തമായ കടൽ, ഒരു കപ്പൽ, അതായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. Soon I began to hear shouts nearby. കുറച്ച് കഴിഞ്ഞതും ഞാൻ ഷൗട്ട്സ് എന്ന് വെച്ചാൽ ഇങ്ങനെ ആരോ വിളിക്കുന്നത് ഞാൻ കേട്ടു. Through the sharp whistling of the wind, I recognized the voice of Julio Amador Carabello, the tall, well-built officer who was yelling at someone, "Fatso, hold there." Okay. കാറ്റിൻ്റെ തീവ്രമായ ആ ശബ്ദത്തിലൂടെയും ആ സൗണ്ട് ആരതാണെന്ന് ഞാൻ മനസ്സിലാക്കി. ആരതായിരുന്നു ആ സൗണ്ട്? ജൂലിയോ അമാഡോർ കാരബെല്ലോ എന്ന് പറയുന്ന പൊക്കമുള്ള നല്ല ഡ്രസ്സ് ധരിച്ചൊരു ഓഫീസറായിരുന്നു. അദ്ദേഹം ആരോടോ ഇങ്ങനെ ശബ്ദിക്കുകയാണ്, "ഫാറ്റ്സോ ഹോൾഡ് ദിയർ." ഓക്കെ. ഫാറ്റ്സോ എന്ന് വെച്ചാൽ സാധാരണ അർത്ഥം വരുന്ന എന്തെന്ന് വെച്ചാൽ നമ്മളെ
സാധാരണ നമ്മൾ എടാ പോടാ എന്നൊക്കെ വിളിക്കില്ലേ, അതാണ് ഈ ഫാറ്റ്സോ എന്ന് പറയുന്നത്. ഓക്കെ, ഫാറ്റ്സോ ഹോൾ ദെയർ, അത് പിടിക്കൂ എന്ന് ആരോടോ അദ്ദേഹം ശബ്ദമുയർത്തി പറയുകയായിരുന്നു. സെക്കൻഡ് പാരഗ്രാഫ് നോക്കാം. ഇറ്റ് വാസ് ആസ് ഇഫ് ഇൻ ദാറ്റ് ഇൻസ്റ്റന്റ് ഐ ഹാഡ് അവേക്കൺ ഫ്രം എ വുമൻസ് ഡീപ് സ്ലീപ്പ്. ആ സമയത്ത് ഈ മിസ്റ്റർ കാരബെല്ലോ വിളിക്കുന്ന ആ ഒരു സമയത്താണ് ഒരു ഡീപ്പ് സ്ലീപ്പിൽ നിന്നും, ഓക്കെ, ഒരു അഗാധമായ ഉറക്കത്തിൽ നിന്നും ഞാൻ ഞെട്ടി ഉണർന്നത്. ഇറ്റ് ഡോൺ ഓൺ മീ ദാറ്റ് ഐ വാസൻ അലോൺ ഇൻ ദ സീ. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഞാൻ മാത്രമായിരുന്നില്ല ആ സീയിൽ ഒറ്റയ്ക്കായിരുന്നത്. There only a few meters away, my mates were shouting to one another and trying to stay afloat. എന്നിൽ നിന്നും കുറച്ച് മീറ്റർ അകലെ എൻ്റെ മേറ്റ്സ് എന്ന് വെച്ചാൽ കപ്പലിൽ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരാണ് മേറ്റ്സ് എന്ന് പറയുന്നത്. സഹയാത്രികൾ എന്ന് പറയാൻ പറ്റില്ല, കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് മേറ്റ്സ് എന്ന് പറയാം. അവരെന്ത് ചെയ്യുകയാണ്, കപ്പലിൽ കപ്പലല്ല കടലിൽ അഫ്ലോട്ട് എന്ന് വെച്ചാൽ പൊങ്ങി നിൽക്കാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്വിക്ക്ലി ഐ ബിഗൻ ടു തിങ്ക്. പെട്ടെന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. ഐ കുഡ്ന്റ് സ്വിം ഇൻ ജസ്റ്റ് എനി ഡിറക്ഷൻ. എനിക്ക് എല്ലാ ഡയറക്ഷനിലോട്ട്, അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്ന ഡയറക്ഷനിലോട്ട് എനിക്ക് സ്വിം ചെയ്ത് പോകാൻ പറ്റില്ല, നീന്തി പോകാൻ പറ്റില്ല. ഐ ന്യൂ വി വെയർ അബൌട്ട് 50 miles ഫ്രം കാർട്ടഗേന, ബട്ട് ഐ വാസ് നോട്ട് യെറ്റ് ഫ്രൈറ്റൺ. എനിക്കറിയാമായിരുന്നു കാർട്ടഗേന എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും 50 മൈൽ ദൂരെയാണ് ഞങ്ങളുള്ളത്. ബട്ട് ഐ വാസ് നോട്ട് യെറ്റ് ഫ്രൈറ്റൺ. പക്ഷേ ഇപ്പോഴും എനിക്ക് പേടി തോന്നുന്നില്ല. ഫോർ എ മൂമെൻറ്റ് ഐ തോട്ട് ഐ കുഡ് ഹോൾഡ് ഓൺ ടു ദ ക്രേറ്റ് ഇൻഡെഫിനറ്റ്ലി. കുറച്ച് നേരം, അല്ലെങ്കിൽ ആ സമയം എനിക്ക് തോന്നി ഈ ക്രേറ്റിൽ എനിക്ക് ഉറപ്പായും പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന്. അണ്ടിൽ ഹെൽപ്പ് അറൈവ്ഡ്. എപ്പോൾ വരെ? സഹായം എത്തുന്നവരെ ഈ ബാസ്ക്കറ്റിനുള്ളിൽ, ഈ ക്രേറ്റിനുള്ളിൽ പിടിച്ചു നിൽക്കാൻ എനിക്ക് കഴിയുമെന്ന് ഞാൻ ഉറപ്പിച്ചിരുന്നു. ഇറ്റ് വാസ് റിയഷുറിംഗ് ടു നോ ദാറ്റ് ആൾ അറൗണ്ട് മീ അതർ സെയിലേഴ്സ് വെയർ ഇൻ ദ സെയിം പ്രെഡിക്കമെൻറ്റ്. ഞാൻ തിരിഞ്ഞു നോക്കിയ സമയത്ത് അവിടെ മേറ്റ്സ് എല്ലാം കപ്പലിൽ തകർന്ന് അവിടെ കടലിൽ പൊങ്ങി നിൽക്കുന്ന ഞാൻ കണ്ടു. ആ സമയം എന്നോടൊപ്പം, അല്ലെങ്കിൽ എൻ്റെ അവസ്ഥ, പ്രെഡിക്കമെൻ്റ് എന്ന് വെച്ചാൽ എൻ്റെ അവസ്ഥയിലാണ് അവരും ഉള്ളതെന്ന് അറിഞ്ഞപ്പോൾ എനിക്കൊരു റീഅഷ്യൂറിങ് എന്ന് വെച്ചാൽ ഒരു സമാധാനം തോന്നി. അതായത് ഇദ്ദേഹത്തിൻ്റെ അവസ്ഥയാണ് മറ്റുള്ളവർക്കെന്ന് അറിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു സമാധാനം തോന്നി എന്നാണ് പറയുന്നത്. ദാറ്റ് വാസ് വെൻ ഐ സോ ദ റാഫ്റ്റ്. ആ സമയത്താണ് ഞാനൊരു റാഫ്റ്റ് കണ്ടത്. മൂന്നാമത്തെ പാരഗ്രാഫ്. ദെയർ വാസ് 2 ലൈഫ് റാഫ്റ്റ്സ് അബൌട്ട് 7 meters അപ്പാർട്ട്. 7 മീറ്റർ ദൂരെ അളവിന് 2 ലൈഫ് റാഫ്റ്റുകൾ അവിടെ ഉണ്ടായിരുന്നു. They appeared unexpectedly on the crest of a wave near where my mates were calling out. അവർ അൺഎക്സ്പെക്റ്റഡ്ലി എന്ന് വെച്ചാൽ പ്രതീക്ഷിക്കാതെ ഒരു വേവിൻ്റെ ക്രസ്റ്റ് ട്രഫ്, അതായത് ഒരു തിരമാലയുടെ മുകൾ ഭാഗം നമ്മൾ ക്രസ്റ്റ് എന്ന് പറയുന്നു, താഴെയുള്ള ഭാഗത്തിന് ട്രഫ് എന്ന് പറയുന്നു. ഇതാണ് മുകൾ ഭാഗം ക്രസ്റ്റ് എന്ന് പറയുന്നു, താഴെയുള്ള ഭാഗത്തിന് ട്രഫ് എന്ന് പറയുന്നു. അതിൻ്റെ ക്രസ്റ്റിൽ ആരെ കണ്ടു? ഒരു റാഫ്റ്റിനെ കണ്ടു. അത് എൻ്റെ മേറ്റ്സ്, എൻ്റെ കൂടെയുള്ളവർ നിന്നിരുന്ന സ്ഥലത്തിനടുത്തായിരുന്നു. ഇറ്റ് സീം ഓൺ ദാറ്റ് നൺ ഓഫ് ദം കുഡ് റീച്ച് ദ ലൈഫ് റാഫ്റ്റ്. അവരിൽ ഒരാൾക്ക് പോലും ആ ലൈഫ് റാഫ്റ്റിൻ്റെ അടുത്ത് എത്താൻ പറ്റാത്തത് വളരെ എന്താ പറയുക, ഓടെന്ന് വെച്ചാൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു, അതിശയിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു. ഇൻ ആൻ ഇൻസ്റ്റന്റ് വൺ ഓഫ് ദ റാഫ്റ്റ് ഡിസപ്പിയർഡ് ഫ്രം വ്യൂ. പെട്ടെന്ന് തന്നെ എൻ്റെ കാഴ്ചയിൽ നിന്നും ഒരു റാഫ്റ്റ് കാണാതെ പോയി. I couldn't decide. I found myself swimming towards the one I could see, which was moving farther away from me. എന്നിൽ നിന്നും ദൂരോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു 2 ലൈഫ് റാഫ്റ്റ് ഉണ്ട്. അതിലൊന്ന് കാണാതായി, ഒരെണ്ണമുണ്ട്. അതിലേക്ക് ഇദ്ദേഹത്തിന് പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എന്ത് ചെയ്യുകയാണ്, തിരമാലയിൽപ്പെട്ട് അത് ഇയാളിൽ നിന്നും ദൂരെ പോവുകയാണ്. I swam for about 3 minutes. 3 മിനിറ്റ് നേരം ഞാൻ എന്ത് ചെയ്തു, നീന്തി. I lost sight of the raft momentarily, but I was careful not to lose my bearings. ഓക്കെ, പെട്ടെന്ന് മൊമെൻ്ററിലി എന്ന് വെച്ചാൽ പെട്ടെന്ന് ഞാൻ എന്ത് ചെയ്തു, ആ ലൈഫ് റാഫ്റ്റ് എന്നിൽ നിന്നും അകന്നു പോകുന്നത് ഞാൻ കണ്ടു. പക്ഷേ ഞാൻ എന്ത് ചെയ്തില്ല, എൻ്റെ ബിയറിങ്സ് എന്ന് വെച്ചാൽ എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ ഞാൻ നഷ്ടപ്പെടാതെ സൂക്ഷിച്ചു. സഡൻലി എ റഫ് വേവ് പുഷ്ഡ് ദ റാഫ്റ്റ്സ് അലോങ് സൈഡ് മീ. ഇറ്റ് വാസ് ഹ്യൂജ്, വൈറ്റ് ആൻഡ് എംപ്റ്റി. പെട്ടെന്ന് ഒരു റഫ് വേവ്, ഒരു വലിയ തിരമാല ആ റാഫ്റ്റിനെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. നേരത്തെ ഇദ്ദേഹത്തിൽ നിന്നും ദൂരോട്ട് പൊയ്ക്കൊണ്ടിരുന്ന റാഫ്റ്റ് ഇദ്ദേഹത്തിൻ്റെ അടുത്തായിട്ട് വന്നു. അതെങ്ങനെയുള്ളതാണ്? ഹ്യൂജ്, വലുത്, വൈറ്റ്, വെള്ള നിറമുള്ളത്, എംപ്റ്റി, ഒന്നുമില്ലാത്തത്. ഐ സ്ട്രഗിൾ ടു ഗ്രാബ് ദ റിംഗിങ് ആൻഡ് ജംപ് എബോർഡ്. അതിൻ്റെ റിംഗിങ് എന്ന് വെച്ചാൽ അതിൻ്റെ സൈഡിൽ കുറച്ച് വട്ടത്തിലുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അതിൽ പിടിച്ച് കയറാൻ ഒരുപാട് ഞാൻ കഷ്ടപ്പെട്ടു. ഓക്കെ, പക്ഷേ അദ്ദേഹം കയറിയെന്ന് തോന്നുന്നു. ഐ മേഡ് ഇറ്റ് ഓൺ ദ 3rd try. 3ാമത്തെ തവണ ശ്രമിച്ച സമയത്ത് അദ്ദേഹം കയറി. വൺസ് ഓൺ ദ റാഫ്റ്റ്, പാൻഡിങ്, വിപ്ഡ് ബൈ ദ വിൻഡ്, ഇമ്മൊബിലൈസ്ഡ് ആൻഡ് ഫ്രീസിങ്, ഐ ഫൗണ്ട് ഇറ്റ് ഹാർഡ് ടു സിറ്റ് അപ്പ്. റാഫ്റ്റിൽ കയറിയതിന് ശേഷം പാൻഡിങ്,
ശ്വാസം എടുത്തുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ദീർഘനിശ്വാസം വിടുന്നില്ലേ, നമ്മൾ ഒരുപാട് ഓടി കിതയ്ക്കുന്ന സമയം, അത് കിതയ്ക്കുന്നതാണ് പാനിക് എന്ന് പറയുന്നത്. വിപ്ഡ് ബൈ ദ വിൻഡ്. വിപ്ഡ് ബൈ ദ വിൻഡ് എന്ന് വെച്ചാൽ കാറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, മുഖത്ത് മൊത്തം കാറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇമ്മൊബിലൈസ്ഡ് എന്ന് വെച്ചാൽ അനങ്ങാൻ പറ്റാതെ. ആൻഡ് ഫ്രീസിങ്, തണുത്ത് വിറയ്ക്കുകയാണ്. ഐ ഫൗണ്ട് ഇറ്റ് ഹാർഡ് ടു സിറ്റ് അപ്പ്. എഴുച്ചു നിൽക്കാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. ദെൻ ഐ സോ 3 of my mates നിയർ ദ റാഫ്റ്റ് ട്രൈങ് ടു റീച്ച് ഇറ്റ്. പിന്നെ ഞാൻ കണ്ടത് എന്താണ്, എൻ്റെ കൂടെയുള്ള 3 മേറ്റ്സ് ഈ റാഫ്റ്റിൻ്റെ അകത്ത് കയറാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ റിക്കഗ്നൈസ് ദം ഇമ്മീഡിയറ്റ്ലി. ഞാൻ അവരെ എന്ത് ചെയ്തു, പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി. കാസ്റ്റ്ലോ ഹാഡ് എ ഫേം ഗ്രിപ്പ് ആൻഡ് കാരബെല്ലോസ് അറൗണ്ട് കാരബെല്ലോസ് നെക്ക്. കാസ്റ്റ്ലോ എന്ന് പറയുന്ന ആ ആൾക്ക് കാരബെല്ലോയുടെ നെക്കിൽ ഒരു ഫേം ഗ്രിപ്പ് കിട്ടിയിരുന്നു. അതായത് കാസ്റ്റ്ലോ എന്ന് പറയുന്ന ഒരാൾ കാരബെല്ലോ എന്ന് പറയുന്ന ഒരാളുടെ കഴുത്തിൽ ഇങ്ങനെ മുറുകെ പിടിച്ചിരിക്കുകയാണ്. കാരബെല്ലോ, who had been on watch when the accident occurred, was wearing his life jacket. ഈ ആക്സിഡൻറ്റ് നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന കാരബെല്ലോ അദ്ദേഹത്തിൻ്റെ ലൈഫ് ജാക്കറ്റ് ഇട്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ സിനിമകൾ കണ്ടപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ബോട്ട് യാത്ര പോയിട്ടുള്ളപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നിങ്ങൾ ബോട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു ലൈഫ് റാഫ്റ്റ്, സാധാരണ ഓറഞ്ച് കളറാണ്, അത് തന്നിക്കും. അത് ഒരു ഫ്ലോട്ടിംഗ് ഡിവൈസ് ആണ്. അതായത് അറിയാതെ നിങ്ങൾ വെള്ളത്തിൽ വീഴുന്നാൽ പോലും നിങ്ങൾ എന്ത് ചെയ്യും, വെള്ളത്തിൻ്റെ മുകളിൽ തന്നെ പൊങ്ങിക്കിടക്കും. അതാണ് ഈ ലൈഫ് ജാക്കറ്റിൻ്റെ ഒരു പ്രത്യേകത. ഇതിൽ ആര് ഇട്ടിരിക്കുകയാണ് ലൈഫ് ജാക്കറ്റ്? കാരബെല്ലോ ലൈഫ് ജാക്കറ്റ് ഇട്ടിരിക്കുകയാണ്. ഹി എൽഡ് ഹോൾഡ് ഓൺ ടൈറ്റ് കാസ്റ്റ്ലോ. അയാൾ ഉറക്കെ പറയുകയാണ്, ഹോൾഡ് ഓൺ ടൈറ്റ് കാസ്റ്റ്ലോ, ഇതിൽ മുറുകെ പിടിക്കൂ കാസ്റ്റ്ലോ. ദേ ഫ്ലോട്ടഡ് എമിറ്റ് ദ സ്കാറ്റേർഡ് കാർഗോ ആൻഡ് അബൌട്ട് 10 meters away. ചിന്നിച്ചിതറി കിടക്കുന്ന ആ കാർഗോയുടെ അടുത്തായിട്ട് അവരെന്ത് ചെയ്യുകയാണ്, ഒരു 10 meter ദൂരെ മാറി അവരിങ്ങനെ പൊങ്ങിക്കിടക്കുകയാണ്. On the other side, Louis Rengifo trying to stay above water with his headphones aloft in his right hand. അതിന് കുറച്ച് മാറി ലൂയിസ് റെൻഗിഫോ എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ ഹെഡ്ഫോൺ വെള്ളം നനയാതെ പൊക്കി പിടിച്ച് മാറി നിൽക്കുകയാണ് വലത് കൈകൊണ്ട്. He had stripped off his shirt so that he could swim better, but he had lost his life jacket. നല്ല രീതിയിൽ നീന്താൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഷർട്ടിനെ സ്ട്രിപ്പ് ചെയ്ത് കീറിക്കളഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ ദേഹത്ത് ഡ്രസ്സ് ധരിച്ചുകൊണ്ട് വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ വെള്ളം നമ്മുടെ ഡ്രസ്സിൽ അബ്സോർവ് ആവുകയും അത് ഒരു എക്സ്ട്രാ വെയിറ്റ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇദ്ദേഹം ബുദ്ധിമാനാണ്. ഇദ്ദേഹം എന്ത് ചെയ്തു, ആ എക്സ്ട്രാ വെയിറ്റിനെ ഒഴിവാക്കാൻ വേണ്ടി തൻ്റെ ഷർട്ടിനെ അദ്ദേഹം കീറിക്കളഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന് ലൈഫ് ജാക്കറ്റ് ഇല്ല, അതുകൊണ്ട് പൊങ്ങിക്കിടക്കാൻ അദ്ദേഹത്തിന് അല്പം പാടാണ്. Even if I hadn't seen him, I wouldn't have recognized his cry, "Fats or paddle over here." ഇദ്ദേഹത്തെ ഞാൻ കണ്ടില്ലെങ്കിൽ പോലും ഇദ്ദേഹത്തിൻ്റെ ശബ്ദം കാരണം ഇദ്ദേഹത്തെ എനിക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുമായിരുന്നു, മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. ഇയാളാണ് ഫാറ്റ്സ് ഓ പാഡിൽ ഓവർ ഹിയർ, അതായത് എടാ ഇങ്ങോട്ട് നീന്തി വരൂ, പാഡിൽ എന്ന് വെച്ചാൽ തുഴഞ്ഞു വരൂ എന്ന് പറഞ്ഞയാൾ. ഇദ്ദേഹം എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഇദ്ദേഹം ഇങ്ങനെ എന്താ പറയുക, സൗണ്ട് ഉണ്ടാക്കിയ ആൾക്കാരെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ആളായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. I quickly grabbed the oars and tried to get closer to the men. ഓർസ് എന്ന് വെച്ചാൽ പങ്കായം എടുത്തുകൊണ്ട് ഞാൻ അവരുടെ അടുത്തേക്ക് പോകാനായിട്ട് ശ്രമിക്കുകയാണ്. കാരബെല്ലോ വിത്ത് കാസ്റ്റ്ലോ ക്ലിങ്ങിങ് ടു ഹിസ് നെക്ക് നിയർ ദ റാഫ്റ്റ്. കാസ്റ്റ്ലോ കഴുത്തി പിടിച്ച് നോക്കിക്കിടക്കുകയാണ്. അവരെന്ത് ചെയ്യുകയാണ്, റാഫ്റ്റിന് അടുത്തോട്ട് വരികയാണ്. മച്ച് ഫാർദർ അവേ, ലുക്കിംഗ് സ്മാൾ ആൻഡ് ഡിസോലേറ്റ്, വാസ് ദ ഫോർത്ത് ഓഫ് മൈ മെയ്റ്റ്സ്, റമോൺ ഹെറേറ, who was waving at me while he held on to a crate. കുറച്ച് ദൂരെയായിട്ട് ഞാൻ ആരെ കണ്ടു, എൻ്റെ 4ാമത്തെ മെയിനെ കണ്ടു. അയാളുടെ പേരാണ് റമോൺ ഹെറേറ. അദ്ദേഹം ഒരു ക്രേറ്റിൽ പിടിച്ചുകൊണ്ട് അവിടെ എന്ത് ചെയ്യാണ്, വിളിക്കുകയാണ്, വേവ് ചെയ്യാണ് അടുത്തോട്ട് വരാൻ. If I had to decide, I wouldn't have known which of my mates to go after first. എനിക്ക് തീരുമാനിക്കേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ എനിക്കറിയില്ല എൻ്റെ കൂട്ടുകാരിൽ, എൻ്റെ മേറ്റ്സിൽ ആരടുത്തേക്കാണ് ആദ്യം പോകേണ്ടതെന്ന്. But when I saw Herrera, the happy young man from Arjona, who had been with me only a few moments before, I began to paddle furiously. പക്ഷേ ഹെറേറയെ കണ്ട സമയത്ത്, അർജോണയിൽ നിന്ന് വന്ന ഒരു യങ് മാനാണ് ഹെറേറ. അദ്ദേഹം ഈ ഷിപ്പ്റെക്ക് നടക്കുന്നതിന് കുറച്ച് മുൻപ് വരെ ഇദ്ദേഹത്തിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനെ കണ്ട സമയത്ത് വളരെ ഫ്യൂരിയസ് എന്ന് വെച്ചാൽ വളരെ ആവേശത്തോടെ എന്ത് ചെയ്യുകയാണ്, ഞാനെന്ന് വെച്ചാൽ ആരാണ് ഇവിടെ, നമ്മുടെ വെലാസ്കോ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഫ്യൂരിയസ് എന്ന് വെച്ചാൽ വളരെ ആവേശത്തോടെ പോവുകയാണ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടാണെന്ന് പറയാം. ഓക്കെ, ഫ്രണ്ട് ലാസ്റ്റ് നാളല്ലേ, ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ട സമയത്ത് ഓർമ്മ വന്ന് അങ്ങനെ പോയതായിരിക്കാം. ബട്ട് ദ ലൈഫ് റാഫ്റ്റ് വാസ് ആൾമോസ്റ്റ് 2 meters ലോങ്. പക്ഷേ ലൈഫ് റാഫ്റ്റ് ഏകദേശം 2 meter ദൂരം മാറി നിൽക്കുകയാണ്. But the life raft was almost 2 meters long. It was very heavy in that lurching sea and I had to row against the wind.
ലൈഫ് റാഫ്റ്റ് 2 മീറ്റർ ദൂരെയാണെങ്കിൽ പോലും ആ ലേർച്ചിങ് സീ, ഭയാനകമായ തിരമാലകളുള്ള ആ കടലിൽ നിന്നും അദ്ദേഹത്തിന് അടുത്തേക്ക് പോകാൻ വളരെയധികം പാടായിരുന്നു. കാറ്റൊക്കെ അടിക്കുകയാണ്, അത് കാരണം വളരെയധികം ബുദ്ധിമുട്ടാണ്. ഐ ഡോണ്ട് തിങ്ക് ഐ മാനേജ് ടു അഡ്വാൻസ് മോർ ദാൻ എ മീറ്റർ. 1 മീറ്ററിൽ കൂടുതൽ എനിക്ക് അഡ്വാൻസ് എന്ന് വെച്ചാൽ മുന്നേറാൻ എനിക്ക് സാധിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല. ഡെസ്പെറേറ്റ്, തകർന്നു പോയ ഞാൻ, ഐ ലുക്ക്ഡ് അറൗണ്ട് വൺസ് മോർ ആൻഡ് സോ ദ ഹെറേറ ഹാഡ് ഡിസപ്പിയർഡ്. തകർന്നു പോയ ഞാൻ, അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ പോയ ഞാൻ ഒന്നുകൂടി ചുറ്റും നോക്കുകയാണ്. അപ്പോൾ ഞാൻ കണ്ടത് എന്താണ്? ഹെറേറയെ അവിടെ കാണാനില്ല. അതാണ് ഞാൻ കണ്ടത്. ഹെറേറ എനിക്ക് കാണാൻ പറ്റില്ല. ഹെറേറ ഒന്നുകിൽ മുങ്ങിപ്പൊക്കെയാണ്. ഓൺലി റെൻഗിഫോ വാസ് സ്വിമ്മിങ് കോൺഫിഡൻ്റ്ലി ടുവേഴ്സ് ദ റാഫ്റ്റ്. റെൻഗിഫോ മാത്രമാണ് കോൺഫിഡൻ്റ് ആയിട്ട് ലൈഫ് റാഫ്റ്റിൻ്റെ അടുത്തേക്ക് വരുന്നത്. ഐ വാസ് ഷുവർ ഹി വുഡ് മേക്ക് ഇറ്റ്. എനിക്ക് ഉറപ്പായിരുന്നു ഇയാൾ ഈ ലൈഫ് റാഫ്റ്റിൻ്റെ അടുത്ത് എത്തുമെന്ന്. I had heard him snoring below my bunk and I was convinced that his serenity was stronger than the sea. എൻ്റെ ബങ്ക് എന്ന് വെച്ചാൽ കിടക്കുന്ന സ്ഥലത്തിന് താഴെയാണ് ഇയാൾ താമസിക്കുന്നത്. ഇയാൾ ഉറങ്ങുന്നത്. ഇദ്ദേഹത്തിൻ്റെ സ്നോറിങ് എന്ന് വെച്ചാൽ എന്താണ്? കൂർക്കം വലി ഞാൻ കേൾക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ആ ഒരു സെറിനിറ്റി നമുക്ക് എന്താ പറയുക, ഒരു വിൽ പവർ സീയെക്കാളും വളരെയധികം സ്ട്രോങ് ആണ്.